ഈ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി കരിയോലൊഴിക്കുക, കാറിന് മുകളിൽ കയറുക എന്ന തരത്തിലേക്കുള്ള അതിക്രമത്തിലേക്ക് കടന്നിരുന്നു. ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? ഈ വകുപ്പുകൾ സംബന്ധിച്ച് കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യുകയാണ്. കാരണം പരമാവധി വകുപ്പുകൾ ചേർത്ത് കേസ് ശക്തമാക്കുക എന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി കാറിന് മുകളിൽ കൊടി കെട്ടുക, അതിനുശേഷം ഡോറിൽ കരിയോയിൽ ഒഴിക്കുക, നാശനഷ്ടങ്ങൾ വരുത്തുക, ഇതെല്ലാം മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റത്തിനും ഒപ്പം തന്നെ വലിയ അതിക്രമം എന്ന നിലയിൽ തന്നെയാണ് നിയമ വിദഗ്ധരെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ജേസൺ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുക്കുന്ന നിലപാടുകളിൽ, നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, നമ്മുടെ ചർച്ചകളിലൊക്കെ അതൊരു മാധ്യമ അജണ്ട എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ഈ ഓഫീസിൽ അതിക്രമിച്ചു കയറിയവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിനുള്ള ശക്തമായ മറുപടി നിയമവ്യവസ്ഥയിൽ തന്നെ നേരിടുക എന്നത് തന്നെയാണ് റിപ്പോർട്ടർ ചാനലിന്റെയും തീരുമാനം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമത്തുമായി മുന്നോട്ട് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോകുക, അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുമ്പോൾ റിപ്പോർട്ടർ സംഘത്തെ ആക്രമിക്കുമെന്ന ഒരു സന്ദേശം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു അന്തരീക്ഷം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ആ പരിപാടി കവർ ചെയ്യാൻ പോയില്ല. പക്ഷേ ഇന്ന് അവർ നമ്മുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി കരിയോയിൽ ഒഴിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഡോക്ടർ അരുൺകുമാറിനെതിരെ വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ഈ രണ്ട് കാര്യത്തിലുമാണ് ഇപ്പോൾ കർശന നിയമ നടപടികളുമായി പോലീസ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്.